ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് പേടിയാണോ? ലോകമെമ്പാടും ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി. ഇപ്പോഴത്തെ കുറേ ആൾക്കാർ റീനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വയ്യച്ച് എനിക്ക് ചിരിയാണ് വരുന്നത്. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. എന്താ ജാസി ഇത്ര വലിയ ചർച്ചാ വിഷയം അല്ലേ? ജാസി ഇപ്പൊ എനിക്കറിയാൻ പാടില്ല. ജാസി ഇപ്പൊ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ത്വര എന്ന് പറഞ്ഞല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ത്വരയൊന്നും നമുക്കില്ല. പിന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന് ഉട്ടായ്പകളും കള്ളത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞ് നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ട് നാട്ടുകാരെയും പറ്റിച്ച് നാട്ടുകാരെ തച്ചൊട്ടിച്ചും കൊണ്ട് നിൽക്കുന്ന ആ ഒരു പരിപാടിയില്ലേ, അത് നമ്മൾ വച്ചു ഉറപ്പിക്കത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കേക്ക്. അതുള്ള കാര്യമാണ് കേട്ടോ, സീരിയസിൽ പറയാം ജാസി. അല്ലാതെ ജാസിയുടെ ഇവിടെ ആർക്ക് ദേഷ്യം? ജാസി ഒത്തല്ലേ, ഒത്തു പടിയല്ലേ, പിന്നെ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. അപ്പൊ ജാസിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയം. ആദ്യം ഗർഭിണിയാണെന്ന് പറഞ്ഞും കൊണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് സകലമാന സ്ത്രീകളെയും ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരുടെയൊക്കെ ആ ഒരു ഇമോഷനെ വരെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീയുടെ ഒരു വേദന, പ്രസവിക്കുന്ന സമയത്തുള്ള ഒരു വേദന, അതിനെയെല്ലാം ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെല്ലാം ഒരുമാതിരി അയ്യേ എന്നുള്ള രീതിയിൽ ഒരു വ്യാജ ഗർഭ പ്രചാരണം നടത്തി. അത് വളരെ വളരെ ചീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു ചീപ്പ് ലെവലിൽ പോകാൻ പാടില്ല. നമ്മൾ കളിക്ക് പല കാര്യങ്ങളും പറയാറുണ്ട്, അല്ലെങ്കിൽ പല കോപ്രായങ്ങളും കാണിക്കാറുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് സ്ത്രീകളുടെ ഒരു ഇമോഷനെ വെച്ചിട്ട് ഒരു വൃത്തികെട്ട പരട്ട നാടകം കളിച്ചില്ലേ, ആ സാധനം അത് യോജിക്കാൻ പറ്റത്തില്ല. അത് ഒന്നൊന്നര പോക്കെടുത്തനാണ് ജാസി അന്ന് കാണിച്ചിട്ടുള്ളത്. അത് പോരാഞ്ഞിട്ട് അടുത്ത സർജറിക്ക് പോകണം. ഓക്കെ, സർജറിക്ക് പോ. നിങ്ങൾ എന്ത് സർജറിയാണ് ചെയ്യണമെന്ന് നാട്ടുകാർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല ഇവിടെ. നിങ്ങൾ എന്തേലും ചെയ്യും. പിന്നെ ജാസി ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാ? നീ എന്ത് ചെയ്താലോ നിന്റെ കാര്യം. പക്ഷെ നീ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നളിയാ, നീ നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടും കൊണ്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. അതായത് ഞാൻ മറ്റേ ഡൗൺ സർജറി ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നീ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നീ ടോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്കറിയില്ല നീ ചെയ്തോ ഇല്ല എന്ന് അറിഞ്ഞൂടാ. പിന്നെ ആരൊക്കെ നിന്റെ കമന്റ് ബോക്സിൽ പറയുന്നു നീ അപ്പൻഡിസിന്റെ സർജറിയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിയുടെ സർജറിയാണ് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച. അത് ചർച്ച ഉണ്ടാക്കിപ്പിച്ചത് നീ തന്നെയാണ്. നിന്റെ നല്ല ഒന്നാം തരം ഒരു വൃത്തികെട്ട മാസ്റ്റർ മൈൻഡ് ഒരു പ്ലാൻ ഗെയിമാണ് നീ അവിടെ കളിച്ചിട്ടുള്ളത്. അതിന്റെ റീസൺ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈംലൈറ്റില് നെഗറ്റീവ് ആയാൽ കൂടി ചർച്ചയാകപ്പെടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായമാണ്. നെക്സ്റ്റ് ബിഗ് ബോസ് സീസണിൽ കയറി പറ്റാനുള്ള ഒരു പൊറാട്ട് നാടകം. നിങ്ങൾ നോക്കിക്കോ, മിക്കവാറും ഒരു 99% ജാസിക്ക് അടുത്ത സീസണിൽ കയറി പോകും. കാരണം ഇത്രയും ഒരു കോൺട്രവേഴ്സി പുറത്തുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സ്ഥിതിക്ക് ഇത്രയും ഒരു ലൈം ലൈറ്റിൽ കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർ പിടിച്ചങ്ങ് കയറ്റി വിടും. അവിടെ പോയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നാട്ടുകാരെ തള്ളക്കുള്ളി മാഞ്ചി കൂട്ടിയാൽ ഇറങ്ങിപ്പോട്ട് അവർക്ക് TRP അടിച്ച് കയറ്റാമല്ലോ. അത് അവരെ കുറ്റം പറയത്തില്ല. ഓക്കെ, അവരങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റും. കുറെ കാലം കൊണ്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ അറിയുന്നുണ്ട്. ആ സ്ഥിതിക്ക് പുറത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് കയറി പോകാമെന്നും ചിലപ്പോൾ ഒരു പക്ഷേ ജാസി വിചാരിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു കുന്തളിപ്പുകളാണ് ഈ പുറത്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജാസിയുടെ കമന്റ് ബോക്സിൽ അപ്പൻഡിസിന്റെ മറ്റേ സർജറി കഴിഞ്ഞെന്നും പറയുന്നുണ്ട്. അറിയത്തില്ല. അതൊക്കെ ജാസി തന്നെ ഇനി വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വാ കൊണ്ട് ജാസി എന്നാ പറഞ്ഞാലും ഇനി നാട്ടുകാർ വിശ്വസിക്കാൻ പോകില്ല. കാരണം ഒരു ഫേക്ക് ഇമേജ് ഓൾറെഡി ജാസിക്ക് വീഴുന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്തൊക്കെ വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അവിടെ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു ഗതികേടിലോട്ട് ജാസി തന്നെ പോയി. കാരണം നിങ്ങൾക്കൊരു വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായി. നാട്ടുകാർക്ക് നിങ്ങൾ ഒരു ട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റിയെടുത്തു. ഉള്ള കാര്യം പറയാമല്ലോ. ആ രീതിയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് ഇനി അതിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കയ്യിലിരിപ്പ്, സ്വന്തം കയ്യിലിരിപ്പ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നാളെ ഇതെല്ലാം നിങ്ങൾക്കൊരു തിരിച്ചടിയായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഉടായ്പകൾ നാട്ടുകാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും നാട്ടുകാർ വിശ്വസിക്കാത്തൊരു അവസ്ഥയിലോട്ട് പോകും. അതാണ് ഇപ്പൊ ജാസിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നല്ല കാര്യമൊന്നും അല്ലടേ. നമ്മൾ അത്യാവശ്യം ജെന്യൂനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഉളുപ്പ്? അതില്ലെന്ന് മനസ്സിലായി. എന്നാലും ജാസിയുടെ വീഡിയോ കാണാം. കുറേ ആൾക്കാർ റീനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വയ്യച്ച് എനിക്ക് ചിരിയാണ് വരുന്നത്. ചിരിയാണെങ്കിൽ മാറിയാലും ചിരിക്കണം. പിന്നെ അവിടെ മെഡിസിറ്റിയിൽ വിളിച്ചിട്ട് ചോദിച്ചു
കാരണം നിങ്ങൾ കാണിച്ചിട്ടുള്ള ഉടായ്പ എന്നാണ് ബോട്ടം സർജറി ചെയ്തു എന്നുള്ള രീതിയിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ബോട്ടം സർജറിയേ ഇല്ല ആ ഹോസ്പിറ്റലിൽ. അത് മറ്റേ ബൈജു ബ്രോ അങ്ങനെയാണ് വിളിച്ച് ചോദിച്ചിട്ടുള്ളത്. വിളിച്ചു ചോദിച്ച സമയത്ത് അവിടെ ആ സർജറിയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഉടായ്പ എന്നുള്ള രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കി, നല്ലവണ്ണം മനസ്സിലാക്കി. പ്രത്യേകിച്ച് ആദ്യം പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മൊത്തം അപമാനിച്ചുകൊണ്ട് ഒരു കോപ്രായം കാണിച്ചു. അതിൽ തന്നെ നല്ല നെഗറ്റീവായി. അതിനുശേഷം ഈ ഫേക്ക് സർജറി ക്രിയേഷൻ. ഇനി ടോപ്പ് സർജറി ചെയ്തിട്ടുണ്ടോന്നും അറിയത്തില്ല, നമുക്കറിയത്തില്ല. ജാതി പറയുന്ന അറിവും കേട്ടുള്ള അറിവേ ഉള്ളൂ. അതും ഇനി ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാം. ഇനി നാട്ടുകാർ കമന്റ് ബോക്സിൽ പറയുന്ന അപ്പൻഡിൻസിന്റെ സർജറി കഴിഞ്ഞെന്നാണ്, ആ സാധനം എന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടാ. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എന്താ പറയുക, ഒരു ലൈഫ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരിനെ കുറേ ആൾക്കാർ ട്രോളുന്ന് ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയാന്ന് എന്റെ പൊന്നളെ, നിന്റെ എന്ത് കണ്ടിട്ടാണ് അസൂയപ്പെടേണ്ടത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അസൂയപ്പെടേണ്ടത്? അസൂയ? അയ്യേ അയ്യേ അല്ല അളെ, നീ ഒന്ന് പറ, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. നിന്റെ എന്ത് കണ്ടിട്ടാണ് അസൂയപ്പെടേണ്ടത് നാട്ടുകാര്? നിന്റെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെന്ന്. സീരിയസ്ലി നിന്നെ പോലുള്ള ഒരു ആള് കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് കൂടിക്കുന്ന നാണക്കേടാണ്. ഞാനൊരു കാര്യം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഈ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കാര്യം നോക്കി മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് പബ്ലിക്കിൽ ഇങ്ങനത്തെ കോപ്രായങ്ങളും ഇങ്ങനത്തെ പേക്കൂത്തുകളും കാണിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ബാധിക്കും. ഇപ്പം ജനങ്ങൾക്ക് വെറുപ്പാണ്. സത്യം പറഞ്ഞാൽ LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ജനങ്ങൾക്ക് വെറുപ്പാണ്. അത് എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് പേക്കൂത്തുകൾ കാണിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. കൊട്ടാരക്കര ഒരിക്കൽ സമരം നടത്തി. എന്റെ മോനെ ആ സമരം കണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഞാനൊക്കെ അതോടല്ലേ വെറുത്ത് തുടങ്ങി പണ്ടാറിറങ്ങിയത്. അതുപോലെ കുറെ കാര്യങ്ങൾ ഈ ബിഗ് ബോസിലൊക്കെ നടന്ന കേസുകളൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ വെറുത്തത്. ഇനി നിങ്ങളെ സപ്പോർട്ടേ ചെയ്യത്തില്ല. ആ ഒരു മൈൻഡിലോട്ട് നമ്മൾ മാറിയത് എന്തുകൊണ്ടാണ്? നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഉടായ്പകളാണ്. അപ്പൊ ചോദിക്കും ബാക്കിയുള്ള ആൾക്കാർ കാണിക്കുന്നില്ലേന്ന് ഉടായ്പകൾ. അതിന്റെയൊക്കെ അപ്പുറത്ത് പീക്ക് ലെവലിൽ നിങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവകാശം വേണമെന്ന് വാശിപ്പുറത്ത് പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ പേക്കൂത്തുകളുണ്ട്. അതൊന്നും ഒരു തരത്തിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. അങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പേരുകൾ വന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള കൺട്രീസിൽ ആണും പെണ്ണും മാത്രം മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈച്ചയ്ക്ക് ഇടം നൽകിയതുപോലെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ. കാരണം നിങ്ങൾക്ക് ഒരു അവസരം തന്നു കഴിഞ്ഞാൽ അവിടെ കയറി ഞരങ്ങിയിട്ട് പോകും. അതുകൊണ്ടാണ് നാട്ടുകാർ അവിടെ നിന്നൊക്കെ അടിച്ചു ഓട്ടിപ്പിച്ചത്. ഇപ്പൊ അവിടെ ആണും പെണ്ണും മാത്രമുണ്ട്, അല്ലാത്തമാര് ജീവിക്കേണ്ടെന്നുള്ളൊരു മൈൻഡായി. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ കുന്തളിപ്പുകൾ നിൽക്കും ഒരു പരിധി വരെ. പിന്നെ ഇവിടെ മനുഷ്യത്വം, മറ്റേ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. മര്യാദയ്ക്ക് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളെയൊന്നും ചൊറിയാനും വരില്ല, മാന്താനും വരത്തില്ല. നിങ്ങളുടെ പാട് നോക്കി പോകുന്നു പറയും. ഇപ്പൊ ജാതി കാണിക്കുന്ന ഈ ഉടായ്പ് ഫേക്ക് കണ്ടന്റ് ക്രിയേഷൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാന്യമായിട്ട് ജീവിക്കുന്നവർക്കും കൂടി ഇത് ഫേസ് ചെയ്യേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് മാന്യമായിട്ട് അവനവന്റെ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും കൂടി നാണക്കേടാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് സ്വയം ആദ്യം ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് വന്നിരുന്ന് ബാക്കിയുള്ളവർക്ക് അസൂയ എന്ന് പറയാം. അസൂയപ്പെടാനായിട്ട് എന്നാ ഇരിക്കുന്നു? അല്ല, നിങ്ങളുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് അസൂയപ്പെടേണ്ട നാട്ടുകാര്? ഹൈച്ചേ പുച്ഛ. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ. അപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആള്? ഇതിനു മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്. ഇതുപോലെ പറഞ്ഞതിനെ എല്ലാം കൂടി കണക്കിലെടുത്ത് കാൽക്കുലേറ്റ് ചെയ്താണ് നിങ്ങളെയൊക്കെ വെറുത്തത്. പിന്നെ ജാസി മാത്രമല്ല ഈ ഗർഭിണിയാണെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പുറത്തൊരുത്ത നടുറോട്ടിൽ പോയിരുന്ന് അപ്പിയിട്ടെന്ന് വെച്ചിട്ട് ജാസി അതുപോലെ പോയിരുന്ന് അപ്പിയിടും ഇല്ലല്ലോ. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് ആ സെറ്റപ്പ് പറയരുത് കേട്ടാ. ആ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് പണ്ട് മറ്റവനും തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയില്ല അപ്പൊ ഞാൻ കാണിച്ചെന്ത് ഈ മറ്റേടുത്ത ന്യായീകരണം കൊണ്ട് വരല്ലേ കേട്ടാ. അതെനിക്ക് പറയണമെന്ന് തോന്നി. ഒരുമാതിരി ഗുണവധികാരങ്ങൾ ചെയ്തു വെച്ചിട്ട് കുണച്ച ന്യായീകരണമായിട്ട് വരും. അയ്യേ ഇതിനു മുന്നേ എന്നാ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നാണമില്ലേ വന്നിരുന്നു ന്യായീകരിക്കാൻ ചെയ്ത തെറ്റ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നെങ്കിൽ വീണ്ടും ഇത് ഞാൻ മാത്രമല്ലല്ലോ അവനും ചെയ്തല്ലോ ഈ ഒരു സെറ്റപ്പ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കൊച്ചിലെ പറയും ഞാൻ മാത്രമല്ല ടീച്ചർ അവനും ഉണ്ടായിരുന്നു ഈ സെറ്റപ്പ്. അയ്യേ ഉളുപ്പ് ഇല്ലല്ലേ അറിയാം. എന്നാലും വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് ചോദിച്ചതാ. ഒരു പ്രശ്നമില്ല.
അല്ലെങ്കിൽ റെനയാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻ അല്ലേ. അതൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നാൽ മതി. എന്താ എന്നെ ഇങ്ങനെയെന്ന് നാട്ടുകാരുടെ മുന്നിൽ അപരാധങ്ങളും കള്ളത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നാട്ടുകാർ പ്രതികരിക്കും. ജാസി, നീ മാന്യമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും കുറ്റം പറയുമോ? നീ മറ്റേ വിളക്കെടുക്കുന്ന ആ ഒരു വിഷയത്തിൽ നിന്റെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വേണ്ടായിരുന്നു പിന്നെ തോന്നിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, ചീത്ത കണ്ടാൽ ചീത്ത എന്ന് പറയും. നീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകൾക്കുമാണ് നിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത്. സീരിയസ്ലി പറയാമല്ലോ. പുച്ഛം മാത്രമാണ്. എന്തുവാ ജാസി ഇത്? എന്തുവാ നിനക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നല്ലേടേ? ഇതെന്താ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ? അയ്യോ, കഷ്ടം, പരമകഷ്ടം. ബാക്കി പറ. നടക്കട്ടെ. ഇപ്പം അതെനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ പേര് വീണ്ടും ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ, വളരെ നല്ല കാര്യം. അത് ഞാൻ നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറയുന്ന പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഗുണമേ ഉള്ളൂ, എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ കഞ്ഞി. ജീവിതം മൊത്തം കഞ്ഞിയായ അവസ്ഥയാണ് ജാസി. പിന്നെ ജാസിയുടെ പറയുന്നൊരു കാര്യമുണ്ട്, ചുമ്മാ എനിക്ക് ഫ്രീ പ്രൊമോഷൻ എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുകയാണല്ലോ എന്ന്. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയിട്ടൊരു അക്കൗണ്ട് തുടങ്ങിയാലും അതും റീച്ച് ആവും. നാട്ടുകാർ തള്ളക്കി വിളിക്കാൻ അവിടെ പോകും. മനസ്സിലായ? അതുകൊണ്ട് എൻ്റെ പൊന്നളിയാ ഞാൻ ഒരു കാര്യം പറയാം, നെഗറ്റീവിലൂടെ ഉണ്ടാകുന്ന റീച്ച് അത്ര നല്ലതല്ല. നമ്മൾ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല കോണ്ടന്റുകളും കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയെടുക്കുക. അല്ലാണ്ട് നെഗറ്റീവിലൂടെ ആൾക്കാരെ പറ്റിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റീച്ച് ആൻഡ് ഫെയിം ഇല്ല. താൽക്കാലികം മാത്രം. നാളെ നിന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ആളുകൾ കാറി തുപ്പും. അമ്മാതിരി ഒരു കോപ്രായമാണ് നീ ജീവിതത്തിൽ കാണിച്ചു വെക്കുന്ന ജാസി. ഒന്നിരുന്ന് ചിന്തിക്കുക. ആശിടേ വാഴ കണക്കിന് നിൽക്കാണ്ട്, വെട്ടിയിട്ട വാഴ പോലെ ഊന്നുവടി പോലെ നിൽക്കാണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടു കേട്ടാ. നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളൊരു കാര്യം അന്ന് തന്നെ മനസ്സിലായതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കണക്ക് തന്നെ. എൻ്റെ പൊന്നളിയുള്ള കാര്യം പറയാം, വില കളയാതെ. വിലയില്ല, സോറി, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. മൈ മിസ്റ്റേക്ക്. എൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ലക്ഷ്മിയുടെ ഉണ്ടാവട്ടെ. എനിക്ക് ആസ് എ സിസ്റ്റർ, എൻ്റെ ഒരു നല്ലൊരു സിസ്റ്ററാണ് അവൾ. എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സൗഹൃദമാണ്. വേദനയൊന്നുമില്ല. അത് അങ്ങനെ നടന്നു ലാസ്റ്റ് അങ്ങനെ ആയിപ്പോട്ടാ. കുഞ്ഞിക്കൂനത് ദിലീപിന്റെ പോലെ ആയിപ്പോ. എനിക്ക് ഈ ജസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അപ്പം ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അതാണ് മറ്റത് പറഞ്ഞിട്ടില്ല. രണ്ടും എന്തായാലും ഒരുമിച്ച് ചെയ്യാനും പോകുന്നില്ല. എൻ്റെ പൊന്നു ജാസി, നാട്ടുകാരെ പറ്റിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. നിനക്ക് മാന്യമായിട്ട് ഈ കാര്യം ഓപ്പണായിട്ട് നീ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്തതന്നെ. എനിക്കറിയത്തില്ല, അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യുന്ന അവൻ്റെ ശരീരം അവൻ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ എന്നെങ്കിലും പറഞ്ഞേനെ. പക്ഷെ നീ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നു, സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്നു, അതിനുശേഷം ഒരു സർജറി നാടകം, അതിലും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ച് ആ ഒരു സെറ്റപ്പ് സാധനമൊക്കെ. എൻ്റെ പൊന്നളിയ, ഇതൊക്കെ നിനക്ക് തന്നെ സ്വയം ഉളുപ്പ് തോന്നുന്നില്ലേ? എന്തിനാണ് നീ എല്ലാ സർജറി ചെയ്തെന്ന് വെച്ചിട്ട് നമുക്കെന്തോന്നും? ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ഈ സിലിക്കോൺ കയറ്റി വയ്ക്കുന്ന സർജറി ചെയ്യുന്നത്. സ്ത്രീകളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇത്രയും ചർച്ചാ വിഷയമായിട്ടില്ല. എന്തുകൊണ്ട്? നീ ഇവിടെ ഉടായ്പകൾ കാണിച്ചതുകൊണ്ടാണ് ഇത് ചർച്ചാ വിഷയമായത്. അതാദ്യം മനസ്സിലാക്കി. അയ്യോ, ഇതൊക്കെ ആരോട് പറയുന്നത്? ആര് കേൾക്കാൻ? എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തുദ്ദേശമാണെന്ന്. ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ, അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ? നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്നല്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ചില കാരണം നിനക്ക് നിന്റെ പാർട്ട്ണറിനും ഓക്കെയാണ്, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നാ കീരത്തിനാണ് നാട്ടുകാരുടെ മുന്നിലെടുത്ത് വീഡിയോ ഇട്ട് എല്ലാം ക്വസ്റ്റ്യൻ മാർക്കിൽ ഇട്ടിട്ട് പോയത്? നിനക്കറിയാം ജാസി ഇവിടെ എങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കണമെന്ന്. പക്ഷെ അത് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. രേണുസുതി നെഗറ്റീവിൽ റീച്ച് ആയതുപോലെ നീയും നെഗറ്റീവിലൂടെ കയറി ബിഗ് ബോസിൽ പോകാനുള്ള അഭിപ്രായമാണെന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവും. കൂടുതൽ അങ്ങോട്ട് വിളമ്പാൻ നിൽക്കേണ്ട ജാസി. എൻ്റെ പൊന്നളിയാ, നീ തള്ളി മറിക്കുന്നത് കേട്ടിരുന്ന് കൈയടിക്കാൻ ചിലപ്പോൾ നിന്നെപ്പോലെ കുറേ വിഡ്ഢികളുണ്ടാവും. അല്ലാണ്ട് സാധാരണ നമ്മളെപ്പോലെ ആഹാരം തിന്നുന്നവർക്കും അത് ദഹിക്കത്തില്ല. മനസ്സിലായ? ഇരുന്നങ്ങ് തള്ളി മറിക്കുകയാണ്. തള്ളി അങ്ങ് മറിക്കുകയാണ്. ഇവിടെ നീയൊന്നുമല്ല ആദ്യമായിട്ട് ഈ സർജറി ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ചർച്ചാ വിഷയമായി?
നീ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഇടയിലേക്ക് കള്ളത്തന്നെ വിട്ട്. അതുകൊണ്ടാണ് ഇത് ഈ വിഷയത്തിലോട്ട് വന്നത്. അതെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ട പൊന്നല്ലേ. പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന്. ഒരിക്കലും അത് ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷം. അല്ലെങ്കിൽ സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾ ഞാൻ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം, നിങ്ങൾക്ക് നോക്കാവുന്നതാണോ. എന്താ ആൾക്കാർ അതാണ് അച്ഛനെയും അമ്മനെയും കൊന്നാലും 2 ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോവും, അത്രയേ ഉള്ളൂ. താൻ ആരാണെന്നും തനിക്കറിയാമെന്നും ഞാൻ തന്നോട് ചോദിച്ചു താൻ ആരാണെന്ന് എനിക്കറിയാമോ? അപ്പൊ ഞാൻ ആരാണെന്ന് തന്നോട് താൻ ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് ആരാണെന്നെങ്കിലും അറിയാവോ? ഈ ഒരു അവസ്ഥയിലാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് മൈൻഡ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനു വന്നിരുന്നു ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നു ജാസി? കൊള്ളുന്നുണ്ട്, പൊള്ളുന്നുണ്ട്, എല്ലാം ജനങ്ങൾ പോസിറ്റീവിൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കാണിക്കുന്ന ഉഡായ്പകളും കുന്തളിപ്പുകളും കാരണം നാട്ടുകാർ തള്ളക്കുള്ളി മാത്രം ബാക്കിയാവുന്നു. സ്വാഭാവികം. അത് കയ്യിലിരിപ്പാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കേണ്ട. അന്തസ്സായിട്ട് ഞാൻ 100% ഒപ്പിട്ട് തരാം. കയ്യിലിരിപ്പ്. അതിൻ്റെ അപ്പുറം എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. ജാസി പറ. നമ്മളെ ഹാപ്പിനെസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ, അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്കുള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെ എല്ലാവരും അറിയുന്നുണ്ട്. പിന്നെ അതിന് മാത്രമേ, പിന്നെ കുറച്ചും കൂടി ഫെയിം ആവണം എന്നുള്ള രീതിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ്, ഞാൻ പറഞ്ഞു വരുന്ന വിവാദങ്ങളല്ല. അതെനിക്ക് ഇതിൽ ആരാടാ പറഞ്ഞ ജാസി ഫെയിമിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇത്രയും പോപ്പുലറായ ജാസി അറിയില്ലെന്നോ? ജാസി അറിഞ്ഞൂടാത്ത മലയാളികളോ? കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. ജാസി അറിയത്തില്ലെന്ന് ചുമ്മാ തള്ളു സത്യോ? പിന്നല്ലാണ്ട് പിന്നെ ജാസി പറ, നാട്ടുകാർ വല്ലതും പറയാം, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. ചുമ്മാ അല്ല, എല്ലാവർക്കും റീച്ച് അല്ലേ വേണ്ടത്, എല്ലാവരും റീച്ച് വാങ്ങട്ടെ, അത്രയേ ഉള്ളൂ. ബെന്നാണ് കഴിക്കുന്നത്. ഫസ്റ്റ് ബണ്ണ്. അപ്പൊ തലേ കിട്ടുന്ന സാധനം തോന്നില്ല, റൗണ്ട്, അതിനെന്താ പറയാ? അത് ബണ്ണ്. അപ്പൊ ഇത് ബൾബസ്കി ഇറാനി ചായ ആയിരിക്കും. കുടിച്ചോ, കഴിച്ചോ. കഴിക്കണേനും കുടിക്കണേനും ഒന്നും ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ സത്യസന്ധമായിട്ട് കോണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കും. അല്ലാണ്ട് വിണായിപ്പിലൂടെ നാട്ടുകാരെ പറ്റിക്കുന്ന ഈ പരിപാടി അത് അത്ര നല്ലൊരു വെട്ടിപ്പായിട്ടുള്ള പണിയായിട്ടും കാര്യമായിട്ടും എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഡോക്ടർ അവർ ഈ ബ്രസ്റ്റ് സർജറിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസും പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോക്കെ. ഇതൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആലോചിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ സർജറി ചെയ്ത് വലിപ്പം കൂട്ടുന്നത്? എന്തൊക്കെ മനുഷ്യന്മാരുടെ ചിന്താഗതി പോകണമെന്തോ. മനുഷ്യന്മാര് ഈ ടെക്നോളജി കൂടി വരുന്തോറും കോപ്രായങ്ങളും കൂടി വരെയാണ്. പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും പറയാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ ഇതിനൊക്കെ ഇതിൻ്റെതായ വിഷയങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം എന്നേ പറയാനുള്ളൂ. ആ ഡോക്ടർ പറയുന്ന കേട്ടോക്കെ. ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണോ? ലോകമെമ്പാടും ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി. ഇപ്പോഴത്തെ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് വളരെ ഹൈ ഗ്രേഡ് മെഡിക്കൽ സിലിക്കോൺ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കൂടുതൽ ആൾക്കാർ ഈ സർജറി ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് വളരെ കുറവാണ്. രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് കുറേ സൈസസും ടൈപ്സും ഉണ്ട്. സലൈൻ ഇംപ്ലാന്റ്സ് ഉണ്ട്, സിലിക്കോൺ ഇംപ്ലാന്റ്സ് ഉണ്ട്, റൗണ്ട് ഇംപ്ലാന്റ്സ് ഉണ്ട്, അനാറ്റമിക്കൽ ഇംപ്ലാന്റ്സ് ഉണ്ട്, സ്മൂത്ത് ഇംപ്ലാന്റ്സ് ഉണ്ട്, ടെക്സ്ചേർഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇതിൽ ടെക്സ്ചേർഡ് ഇംപ്ലാന്റ്സ് വെക്കുന്ന ആൾക്കാർക്ക് വളരെ ചുരുക്കം ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒരു റെയർ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ കാണുന്നുണ്ട്, ഒരു ലിംഫോമ. അതല്ലാതെ ഏത് ഇംപ്ലാന്റ്സ് വെച്ചാലും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും ഒരു ഹാർഡ് കവർ ഉണ്ടാകുന്നു, ഒരു ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ നമുക്ക് പിന്നെ പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് നമ്മൾ തൊടുമ്പോഴത്തേക്കും നമുക്ക് ആ ഇംപ്ലാന്റ് ഇരിക്കുന്നത് ഫീൽ ചെയ്യും. ഇത് യൂഷ്വലി എല്ലാ ഇന്റർനാഷണൽ കമ്പനീസും ഒരു 10 year ഗ്യാരണ്ടി തരും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന അറൌണ്ട് 20-25 years ഒക്കെ കഴിയുമ്പോഴാണ് ഈ ക്യാപ്സുലർ കൺട്രാക്ചർ ഉണ്ടാകുന്നത്. അതല്ലാതെ വളരെ ചുരുക്കം വെരി മൈനർ കോംപ്ലിക്കേഷൻസ് ഒക്കെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറിയിൽ കാണാറുള്ളൂ. അങ്ങനെ മൈനർ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തെല്ലാം ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഞാൻ അതിലൊന്നും തലയിട്ട് കിണ്ടാനൊന്നും ആളാവാനും താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഈ മൈനർ കോംപ്ലിക്കേഷൻ ആയാലും നമ്മൾ എന്തിനാണ് വരുത്തി വെക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. പോട്ട്, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. എന്തായാലും ജാസി, നാട്ടുകാരെ പറ്റിക്കുന്ന ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ജെന്യൂനായിട്ട് ജീവിക്കാൻ നോക്ക്. ഇനിയിപ്പോൾ നീ നാളെ ജെന്യൂനായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ കൂടി നാട്ടുകാർ വിശ്വസിക്കത്തില്ല. നീ സർട്ടിഫിക്കറ്റും കൊണ്ട് വാടക എന്ന് പറയും. ഈ ഒരു അവസ്ഥയിലാണ് ജാസിയുടെ
ഒരു ഇമേജിനെ എത്തിച്ചിട്ടുള്ള സത്യമാണ്. അമ്മയാണ്, ഞാൻ ചുമ്മാറാനല്ല, ആ രീതിയിലാണ് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ലക്ഷ്മി മറ്റേ മുട്ടയടിച്ചൊക്കെ നടക്കുന്നത്, അലിൻ ജോസ് പെരേരയുടെ കൂടെ കല്യാണം കഴിച്ചെന്നോ ഞാൻ ആദ്യമായിട്ട് വൈറലായി വന്ന ലേഡി, അവരും കൂട്ടത്തിൽ കൂടി നടക്കുകയാണ്. എന്ത് ദൈവത്തിനത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിടെ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനിയിപ്പോ ബ്രസ്റ്റ് സർജറി വല്ല ഉടായ്പം കാണിച്ചോ, അപ്പൻഡിൻസിന്റെ സർജറിയാണ് നടത്തിയെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ജാസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത് നീ തന്നെയാണ് ഇതിനുള്ള വകുപ്പുണ്ടാക്കി വെച്ചത്, അല്ല നമ്മളാരുമല്ല. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ ആൾക്കാർ പറയട്ടെ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.